ഹലോ, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഞാൻ ഇന്നുള്ളത് സ്കൂളിലാണുള്ളത്. ഒരു അൺഎക്സ്പെക്റ്റഡ് യാത്രയാണ്. ഇപ്പം ഞാൻ വന്നിരിക്കുന്നത് തിരുക്കടയൂർ അഭിരാമി അമ്മൻ കോവിലിലാണ്. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് വീഡിയോസൊക്കെ എൻ്റെ ചാനലിൽ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ നേരെ അമ്പലത്തിലേക്ക് കിടക്കുകയാണ്. ഈ അമ്പലത്തിൽ പോകുന്നതിന് ഒരു റീസൺ ഉണ്ട് കേട്ടോ. നമുക്ക് ചില ഇൻറ്റ്യൂഷൻസ്, നമ്മളെ ചില ക്ഷേത്രങ്ങൾ നമ്മളറിയാതെ തന്നെ അങ്ങനെ ക്ഷണിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ ഒരു ക്ഷേത്രമാണ് ഇത്. കാരണം എനിക്ക് ഈ അമ്പലത്തിനെ പറ്റിയിട്ടൊന്നും ഒരു അറിവും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഞാനിവിടെ പോകുന്നത് ഈ കഴിഞ്ഞ സൺഡേ ആണ്. അപ്പോൾ അതിൻ്റെ ഒരു 2-3-4 ദിവസം മുന്നേ എനിക്ക് വല്ലാണ്ട് മുരുകദേവൻ്റെ അടുത്തുനിന്ന് വല്ലാണ്ടൊരു ഇൻഡ്യൂഷണലി എനിക്കിങ്ങനൊരു റീകോൾ മാതിരി, അല്ലെങ്കിൽ എന്നെ ഇങ്ങനെ വിളിക്കുന്നത് പോലെ എനിക്കിങ്ങനെ തോന്നി. അപ്പോഴാണ് ഞാൻ യൂട്യൂബിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഈ ക്ഷേത്രത്തിനെ പറ്റിയിട്ട് ഒരാൾ പറയുന്നത് കേൾക്കുന്നത്. അതും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അവർ പറയുന്നത് എന്താ വെച്ചാൽ, മുരുകൻ നമ്മളെ കാണണമെന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ മുരുകൻ തന്നെ നമ്മളെ മുന്നിൽ വരും. അപ്പം അങ്ങനെ ഒരാൾ വന്നിട്ട് അയാളോട് പറഞ്ഞു പോലും ഈ ക്ഷേത്രത്തിലൊന്ന് വന്ന് തൊഴണം എന്ന് പറഞ്ഞു. അപ്പോൾ അത് എന്നെ വല്ലാണ്ട് സ്ട്രൈക്ക് ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ പിറ്റേ ദിവസം ഒരു കോഫി കുടിക്കാൻ വേണ്ടി പോയപ്പം, അവിടെ സ്കൂളിൻ്റെ ഫ്രണ്ടിൽ ഒരു കോഫി കുടിക്കാൻ വേണ്ടി ടീ ടൈമിൽ പോയപ്പോൾ അവിടുത്തെ ചേച്ചി പറഞ്ഞു, ഞാൻ ഈ അഭിരാമി അമ്മൻ ക്ഷേത്രത്തിൽ പോകുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു അതെവിടെയാണ്, ഇവിടെ അടുത്താണെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു വന്നപ്പം ഞാൻ പറഞ്ഞ അതേ ക്ഷേത്രത്തിനെ പറ്റിയിട്ടാണ് അവരും പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ എനിക്ക് വല്ലാതെ ഒരു എൻ്റെ ഇൻഡ്യൂഷനൊക്കെ കറക്റ്റായിട്ട് വരുന്ന മാതിരി എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ എനിക്ക് തോന്നി ഞാൻ എന്തായാലും ഈ ക്ഷേത്രത്തിൽ പോകണം എന്ന്. അങ്ങനെയാണ് ഞാൻ ഈ ക്ഷേത്രത്തിലേക്ക് യാത്ര തിരിക്കുന്നത് കേട്ടോ. ഈ ക്ഷേത്രം തമിഴ്നാട്ടിലെ മയിലാടുതുറൈ ജില്ലയിലെ തിരുക്കടയൂർ എന്ന സ്ഥലത്താണ് കേട്ടോ സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ ശിവൻ അമൃതകടേശ്വരൻ എന്ന പേരിലും പാർവതീദേവി അഭിരാമിയമ്മൻ എന്ന പേരിലും അനുഗ്രഹം ചൊരിയുന്നുണ്ട്. ശിവേലിക്ക് എഴുന്നള്ളിക്കുന്നത് കാലസംഹാരമൂർത്തിയാണ്. അമ്മൻ, കാലസംഹാരമൂർത്തി, ശിവൻ, മുരുകൻ എല്ലാവരും ഉണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാലസംഹാരമൂർത്തിയാണ്. കാലസംഹാരമൂർത്തിയുടെ വലതുവശത്ത് ചുമരിൽ അമൂല്യ യന്ത്രത്തകിട് വെച്ചിട്ടുണ്ട്. തിരുക്കടവൂർ രഹസ്യം എന്നും ഇതറിയപ്പെടുന്നുണ്ട്. ഈ ദർശനം ആയുസ് വർദ്ധിപ്പിക്കുമെന്നാണ് വിശ്വാസം. ശ്രീ പരമേശ്വരൻ തൻ്റെ ഭക്തനായ മാർക്കണ്ഡേയനെ കൊണ്ടുപോകാൻ എത്തിയ യമധർമ്മനെ വധിച്ച ഇടമാണ് ഈ ക്ഷേത്രം. യമഭയം നീക്കി ആയുർവൃദ്ധി നൽകുന്ന ക്ഷേത്രമാണ് തിരുക്കടയൂർ. ബ്രഹ്മാവ്, ദുർഗാദേവി, ഭൂമിദേവി, അഗസ്ത്യ മഹർഷി, വിനായകർ, പുലസ്ത്യ മഹർഷി, യമധർമ്മൻ, ദേവാദികൾ, മഹാവിഷ്ണു എന്നിങ്ങനെ പലരും ഭഗവാനെ പൂജിച്ച സ്ഥലം കൂടിയാണ് ഈ തിരുക്കടയൂർ. ഇവിടെ ശ്രീമുരുകൻ ഏകമുഖത്തോടും 4 കരങ്ങളോടും വള്ളി ദേവയാനി സമേതയായി അമ്മ പാർവതിയുടെ കയ്യിലിരിക്കുന്ന കുഞ്ഞായി ഗുഹാംബിക സന്നിധിയിലും നിങ്ങൾക്ക് ദർശിക്കാൻ സാധിക്കും. ഇവിടുത്തെ മറ്റൊരു സ്റ്റോറി പറയുകയാണെന്ന് വെച്ചാൽ, പാലാഴി കടഞ്ഞ് അമൃതം എടുത്ത ദേവന്മാർ അസുരന്മാർക്ക് കൊടുക്കാതിരിക്കാനായിട്ട് അതൊരു കുടത്തിലെടുത്ത് യാത്ര തിരിച്ചു. എന്നാൽ ശിവപൂജ ചെയ്യാതെ ദേവന്മാർ അമൃത ഭക്ഷിക്കാൻ ഒരുങ്ങിയത് ഇഷ്ടപ്പെടാത്ത വിനായകർ ആ കുട എടുത്ത് മറച്ചു വെച്ച സ്ഥലമാണ് തിരുക്കട. ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നത് 60-ാം വിവാഹം 70-ാം വിവാഹമൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ദമ്പതികൾ വരുന്ന സ്ഥലമാണ്. അവരുടെ വരും തലമുറയ്ക്കും അവർക്കും ഒക്കെ ദീർഘദാമ്പത്യം ആണ് അതിൻ്റെ നായകരിൽ നിന്നും അമൃതകുംഭം കൈപ്പറ്റിയ ശേഷം ശിവപൂജ ചെയ്യാനായി മഹാവിഷ്ണു ഭഗവാൻ പൂജയ്ക്ക് അംബികയും വേണമെന്നുള്ളതിനാൽ തന്റെ ശരീരത്തിലെ ആഭരണങ്ങൾ അഴിച്ചു വെച്ച് ദേവിയെ പ്രാർത്ഥിച്ചു. ആ ആഭരണങ്ങളിൽ നിന്നും ഉത്ഭവിച്ച ദേവിയാണ് അഭിരാമി അമ്മൻ. ശ്രീമൻ നാരായണന്റെ സഹോദരിയായ അഭിരാമി അമ്മന്റെ പുകഴ് പറഞ്ഞാൽ തീരുന്നതല്ല. പൂജയ്ക്ക് ശേഷം അമൃതകലശം ശിവലിംഗമായി മാറിയതായാണ് ദേവന്മാർ കണ്ടത്. സ്വയംഭൂവായ ശിവലിംഗം അമൃതകടേശ്വരർ എന്നറിയപ്പെട്ടു. വിനായകരുടെ 3ാമത്തെ പടവീടും 51 ശക്തിപീഠങ്ങളിൽ കാലശക്തിപീഠവുമാണ് ഈ ക്ഷേത്രം. മെയിൻ വഴിപാട് എന്ന് പറയുന്നത് അർച്ചന, മൃത്യുഞ്ജയ ഹോമം, 16th വെഡ്ഡിങ് ഒക്കെയാണ്. 16th വെഡ്ഡിങ്, 17th വെഡ്ഡിങ് ഒക്കെ നടത്തുന്നുണ്ട്. എൻ്റെ ലൈഫിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡേ ആയിരുന്നു ഇത്. മുരുക ഭഗവാൻ വിളിച്ചിട്ട് തന്നെയാണ് ഞാൻ അവിടെ ചെന്നിട്ടുള്ള. അഭിരാമി ദേവീൻ്റെ മുരുകൻ്റെ അനുഗ്രഹം കൊണ്ട് അവിടെ അത്രയും പേര് അർച്ചന ചെയ്തതിൽ ആ കാലസംഹാരം മൂർത്തിയുടെ കഴുത്തിൽ നിന്ന് ഹാരം എടുത്തിട്ട് അവിടുത്തെ പൂജാരി എൻ്റെ കഴുത്തിലിട്ട് തന്ന സമയത്ത് ഐ ഫീൽ സോ ബ്ലെസ്ഡ്. എനിക്ക് അനുഗ്രഹം അത്രയേറെ കിട്ടിയതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ത്തിലേ പറഞ്ഞ പോലെ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ദിവസമായിരുന്നു കടന്നു പോയിട്ടുള്ളത്. കാലസംഹാരമൂർത്തിയുടെ അഭിരാമി ദേവിയുടെ അനുഗ്രഹം നിങ്ങൾക്കും ലഭിക്കട്ടെ. നിങ്ങൾക്കും എത്രയും പെട്ടെന്ന് ഈ ഒരു അഭിരാമി അമ്മൻ കോവിലിലേക്ക് പോകാൻ സാധിക്കട്ടെ. മയിലാടുതുറയിലുള്ള അഭിരാമി അമ്മൻ തിരുക്കടയൂർ ക്ഷേത്രത്തിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. അപ്പം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കൂടിക്കോളൂ കേട്ടോ. ഇതുപോലെ ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസായിട്ട് ഞാൻ വരുന്നതാണ്.